നാളത്തെ ദിവസത്തെ ചൊല്ലി വിചാരപ്പെട്ട് ഇന്നിന്റെ സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയാത്തവരാ നമ്മിൽ പലരും. നമ്മുടെയൊക്കെ ചിന്ത നാളെ എന്താകുമെന്നുള്ളതിനെ കുറിച്ചാണ്. അങ്ങനെ നാളത്തെ എന്റെ ഭാവി എന്താകും, എന്റെ തലമുറകളുടെ ഭാവി എന്താകും, നാളെ ഞാൻ എന്തായിത്തീരുമെന്ന് ചിന്തിച്ച് അന്നന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളോ നന്മകളോ ഒന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് അനുഭവിക്കുവാനായി കഴിയുന്നില്ല. പലരുടെയും ജീവിതം കൈപ്പേറിയതായി തീർന്നതിന്റെ പ്രധാന കാരണം അവന്റെ നാളെയെക്കുറിച്ചുള്ള ചിന്തകളാണ്. അനേകർ നിരാശയിലേക്ക് വീണുപോയതിന്റെ പ്രധാന കാരണവും മറ്റൊന്നല്ല, അവന്റെ ഭാവിയെക്കുറിച്ചുള്ള അമിത ചിന്തകളാണ്. എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനത്തിന് നമ്മോട് സംസാരിപ്പാനുള്ളത്? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുക, നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. ഇങ്ങനെ കർത്താവിന്റെ വചനത്തിൽ എഴുതി, നാളെയെക്കുറിച്ച് നീ വിചാരപ്പെടരുത്. ആ അധ്യായം അതിന് മുകളിലേക്ക് വായിക്കുമ്പോൾ അതിനകത്ത് കാണുക, എന്ത് നിന്നും എന്തുടുക്കുമെന്നുള്ളതിനെ കുറിച്ചൊന്നും നീ ചിന്തിക്കരുത്. ആകാശത്തിലെ പറവകളെ നീ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ച് വയ്ക്കുന്നില്ല, എങ്കിലും അവയ്ക്ക് ആവശ്യമുള്ളതെല്ലാം അവന് ദൈവം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് വ്യാകുലപ്പെട്ടു പോകേണ്ട എന്ന് പറഞ്ഞുറപ്പിച്ചിട്ട് അവസാനം ഇങ്ങനെ 34-ൽ എഴുതി, അതുകൊണ്ട് നീ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. എന്നിട്ട് അതിനോട് ചേർത്ത് എഴുതിയ ഒരു സെന്റൻസ് കൂടെ ഉണ്ട്. നാളെയെക്കുറിച്ച് വിചാരപ്പെട്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ് ആ ചേർത്തെഴുതിയിരിക്കുന്ന ഒരു വരി. ആ വരി ഇങ്ങനെയാണ്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. ഹല്ലേലൂയ. നോക്കിയേ, നാളെയെക്കുറിച്ച് നീ വിചാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവിന്റെ വചനം പറയുക, എന്താ കാരണം? നാളത്തെ ദിവസം അതിനായി വിചാരപ്പെട്ടുകൊള്ളും. എടാ, നാളെ എന്നൊരു ദിവസം നിനക്കുണ്ടെങ്കിൽ ആ നാളേക്ക് വേണ്ടുന്നത് നാളെ എന്ന് പറയുന്ന ദിവസം തന്നെ വിചാരപ്പെട്ടുകൊള്ളും. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? ഇന്ന് നിനക്ക് എന്താണോ ലഭിച്ചിരിക്കുന്നത് അത് വച്ച് നീ സന്തോഷത്തോടെ സമാധാനത്തോടെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോ. നാളെയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. നാളെയെക്കുറിച്ച് നാളെ എന്ന് പറയുന്ന ദിവസം നിനക്ക് വേണ്ടി ചിന്തിച്ചുകൊള്ളും. ആമേൻ. ഇന്ന് പകൽക്കാലം നാളെയെക്കുറിച്ച് വിചാരപ്പെട്ട് ഭാരപ്പെടുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ വിചാരങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നാളെ എന്നൊരു ദിവസം നമുക്കുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് വേണ്ടുന്നത് നൽകിത്തരുമെന്നുള്ള ഉറപ്പിൽ, കർത്താവിൽ നിന്നുള്ള ആ ഉറപ്പ് പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.